ഇന്ന് നമ്മളെ ഒരു ഊണിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഊണ് ഭയങ്കര സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഒരുപാട് വലിയ വിലയുള്ള സാധനങ്ങളൊന്നും ഇല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം താളിച്ചത്, പിന്നെ കപ്പ ഗരം മസാലയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചത്, പിന്നെ ഏത്തക്കായ ഉണ്ടല്ലോ, ഏത്തക്കായ റോസ്റ്റ്. ഇത്രയ്ക്ക് മൂന്നുകൊണ്ട സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട പരിസരം കൂടിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ഭയങ്കര സിമ്പിളായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് സമയങ്ങൾ തന്നെ നമ്മുടെ ഊണ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്മൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത് പപ്പടം താളിച്ചതാട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പപ്പടവും വേണം. ഒരു വലിയൊരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് നിറച്ച് കഞ്ഞെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കൂറ്റുമ്പോൾ കഞ്ഞെള്ളം കളയാണ്ട് എടുത്ത് വെക്കണം കേട്ടോ. കഞ്ഞെള്ളം കൂടിയിട്ട് വേണം. അപ്പോൾ നമ്മുടെ പപ്പടം താളിച്ചത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കുക. ഒരുപാട് വലിയ സമയം എടുക്കില്ല. ഇതിനകത്ത് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാധനങ്ങൾ. അപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാവരും ഞാനിവിടെ കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വീഡിയോ തീർക്കാം. അപ്പോൾ പപ്പടം വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അപ്പോൾ നമ്മുടെ പപ്പടം വറുത്തെടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 5 പപ്പടമാണ് എടുത്തത്. ഇനിയാണ് നമ്മൾ പപ്പടം താളിക്കാൻ വേണ്ടിയിട്ട് പോണത്. നല്ല സൂപ്പർ മണാക്കി വരട്ടെ. അപ്പോൾ ഞാനിവിടെ ആ പപ്പടം വറുത്തിരുന്ന വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പപ്പടം വറുത്തിട്ട് എടുക്കുമ്പോൾ തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഈ വറുത്തെടുക്കണ വെളിച്ചെണ്ണ അങ്ങനെ കരിച്ച് പോച്ചിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി പപ്പടം താളിക്കാം. അപ്പോൾ ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. അതൊക്കെ ഏകദേശം അളവിൽ ചേർത്തോ കടുകൊക്കെ. അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഇതാ നോക്കിക്കേ, കുറച്ച് സവാള നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ പഴുത്ത മുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളക് ഏത് മുളകായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ കറിവേപ്പിലയും, പിന്നെ ഇതാ ഇതേപോലത്തെ ഒരു വലിയൊരു വെളുത്തുള്ളി. ചെറിയ വെളുത്തുള്ളിയൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 എടുക്കാം. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞാനിതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അങ്ങനെ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്നു കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് മുളക് ചേർക്കാം. മുളക് ഞാനൊരു 3 ചേർക്കുന്നത്. ഇത് പഴുത്തതാണല്ലോ, അത്യാവശ്യം നല്ല എരിവുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് മൊരിയണം. ഈ സവോള മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറാവണം കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കഞ്ഞെള്ളം ഉണ്ടല്ലോ, കഞ്ഞെള്ളം ചേർക്കാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇത് ഇതേപോലെ തന്നെ രസമായിട്ട് കുടിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു ഇച്ചിരി പുളിയും പിഴിഞ്ഞ് വെച്ചാൽ മതി. ഒരു കറിയില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇതിലേക്ക് നമ്മുടെ പപ്പടം അങ്ങനെ ഒന്ന് കടുക്കൊന്ന് ഉടച്ചിട്ട് ചേർക്കാം. ഞാൻ 4 ചേർത്തുള്ളൂ കേട്ടോ. 4 ആവശ്യമുള്ളൂ. ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല കറക്റ്റ് പാകണം. പപ്പടത്തിൽ അത്യാവശ്യം ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ പപ്പടം താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോട്ടിട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ്. ഉപ്പ് ചേർക്കുമ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. കാരണം പപ്പടത്തിൽ കുറച്ച് ഉപ്പ് ഉണ്ടാവുമല്ലോ. ടേസ്റ്റ് നോട്ടെ. ആ കഞ്ഞിവെള്ളത്തിലേക്ക് ഇതിൻ്റെ ആ ചാറിലേക്ക് ആ പപ്പടത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ പപ്പടം നമ്മൾ വറുത്തെടുത്തേക്കണ വെളിച്ചെണ്ണയിലാണോ ചെയ്തത്. നല്ല സൂപ്പർ ടേസ്റ്റ്. വേറെ ഒറ്റ കറിയും വേണ്ട, ഇതൊറ്റ കറി മതി. അത്യാവശ്യം നല്ല എരിവുണ്ട് കേട്ടോ. ഞാൻ പഴുത്ത മുളകല്ലേ ചേർത്തിട്ടുണ്ടേ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പപ്പടം ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞെള്ളം പിന്നെ ഉണ്ടാവണമായിരുന്നു ചോദിക്കേണ്ട ആവശ്യമില്ല. കഞ്ഞെള്ളം എല്ലാവരും വീട്ടിലുണ്ടാവും. നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടം. അപ്പോൾ നമ്മുടെ പപ്പടം താളിച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. പിന്നെ നമുക്ക് ഏത്തക്കായ റോസ്റ്റും റെഡിയാക്കണം.
കപ്പ ഞാനിവിടെ 1/2 കിലോ കപ്പയാണ് എടുത്തേക്കുന്നത്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇത് ഫ്രോസൺ കപ്പയാണ്, ഇതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഇത് ഉടച്ചിട്ട് എടുക്കണം. അപ്പോൾ ഞാനത് ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഉടച്ചിട്ട് എടുക്കണേന് ഞാൻ അതേപോലെ വലിയ പീസായിട്ട് തന്നെയാണ് ചേർക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. കപ്പ ഇപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ കറിവേപ്പില ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മുടെ കപ്പ അവിടെ ഇരുന്നിട്ട് വേവുമ്പോഴേക്കും നമുക്ക് ഏത്തക്കായ റോസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ഓൾറെഡി ഞാൻ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് ചട്ടിയിലേക്ക് ഇടുമ്പോൾ പാനിലേക്ക് ഇടുമ്പോൾ പറയട്ടെ എന്തൊക്കെ വേണ്ടിയെന്നുള്ളത്. മെയിനായിട്ട് വേണ്ടത് ഏത്തക്കായ കേട്ടോ. ഏത്തക്കായ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഏത്തക്കായ എടുത്തേക്കുന്നത്. അപ്പോൾ അതാ 2 വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. സവാള നിങ്ങൾക്ക് അത്രയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് കുറച്ച് ചേർത്തിട്ടും റെഡി ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മൾ റോസ്റ്റായിട്ട് ഉണ്ടാക്കുമ്പോൾ ഞാൻ സവാള കുറച്ച് കൂടുതൽ എടുത്തത്. ഇനിയിപ്പോൾ സവാളയ്ക്ക് ഭയങ്കര വിലയൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വെളുത്തുള്ളി ഇതാ ഇതേപോലത്തെ 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ വെളുത്തുള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും ചതച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്കിതിലേക്ക് ഇതാ ഒരു തക്കാളിയും വേണം. പിന്നെ ഞാനിവിടെ ഒരു വലിയൊരു ഏത്തക്കായ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചെറുതായിട്ടില്ല, ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. ഇവിടെ നമ്മുടെ കപ്പ എന്തായി നോക്കട്ടെ. കപ്പ തിളച്ചിട്ടുണ്ട്. നടി വേവട്ടെ, വെന്തണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിയട്ടെ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അടുത്തത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. ഒരു 1.25 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി നന്നായിട്ട് മൊരിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ മല്ലിയുടെ ഒരു പച്ച ടേസ്റ്റ് വരും. എന്ത് റോസ്റ്റ് ഉണ്ടാക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സാധനമാണ് മല്ലിപ്പൊടി. പക്ഷേ നന്നായിട്ട് മൊരിയണം. മൊരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മല്ലിയുടെ പച്ച ടേസ്റ്റ് വരും. അപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഞാൻ ഇടുന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. കാരണം പല മുളക് പൊടിക്കും പല എരിവായിരിക്കുമല്ലോ. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി എടുത്ത് വെച്ചില്ലേ, ആ തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഏത്തക്കായ ചേർക്കാം. തക്കാളി സെപ്പറേറ്റ് തന്നെ വെന്ത് ഉടയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഏത്തക്കായ്ക്ക് എന്നാലും നല്ല വേവുണ്ടല്ലോ. അപ്പോൾ ഏത്തക്കായുടെ കൂടെ കിടന്നിട്ട് തക്കാളിയും വെന്ത് വന്നു കഴിയുമ്പോൾ അത് എന്താ പറയുക, ആ പച്ച തക്കാളിയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ സെപ്പറേറ്റ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏത്തക്കായ ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും ചേർക്കാം. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്തോളൂ. ഞാൻ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഏത്തക്കായാണല്ലോ, കുറച്ച് വേവുണ്ടാവും. ഒരുപാട് വെള്ളം ചേർക്കണ്ട കേട്ടോ. നമ്മളിപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ. വെള്ളം തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ അത്യാവശ്യം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഏത്തക്കായ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വരണം. ചില കപ്പ നമുക്കറിയാലോ അങ്ങനെ വെന്ത് അങ്ങോട്ട് ഉടയില്ല. ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ വെന്ത് ഉടയാത്ത കപ്പയെന്ന് തോന്നണേ. കുറച്ചുകൂടി നേരം വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കപ്പ വെന്ത് ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ റെഡിയാക്കാം. ഇവിടെ നമ്മുടെ ഏത്തക്കായ എന്തായി നോക്കാം. അപ്പം ഞാനൊരു കഷ്ണം കഴിച്ചു നോക്കിയിട്ടോ. കയ്പൊന്നുമില്ല. കയ്പുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത്. ചെറിയ തീയിലിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇറച്ചി വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് കടുക് പൊട്ടിക്കുക. ഇപ്പോൾ നമ്മളുണ്ടാക്കിയിരുന്ന 3 കറിയിൽ നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട്.
ഇതിലേക്ക് ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് ഇതാ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് കേട്ടോ ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ പൊടി ചേർക്കും, പക്ഷേ ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് ചേർക്കാം, അത് സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കുക. ക്രഷ് ചെയ്തേക്കണം ഉണക്കമുളക് ചേർക്കാം. ആ മുളക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കരിഞ്ഞ പോലെ വരണം, അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് ഞാനിവിടെ ഇതാ വെളുത്തുള്ളി ഇഞ്ചി വേണം കേട്ടോ, അപ്പോഴായിരിക്കും ഒരു ബീഫ് കറിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുക. പിന്നെ സവോളയ്ക്ക് വേണം, ചുവന്നുള്ളി വേണമെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി എടുക്കുക, പിന്നെ കറിവേപ്പില. ഇഞ്ചി ഞാനിവിടെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചേർത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഞാനിവിടെ ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ ഏത്തക്കായ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ, നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഏത്തക്കായൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഏത്തക്കായ റോസ്റ്റ് റെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി ചേർക്കണില്ല, ഓൾറെഡി ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർത്തില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ഇല്ലാന്ന് വെച്ചാൽ മുളക് പൊടി ചേർക്കും. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കണ കപ്പ ഉണ്ടല്ലോ, കപ്പ ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. ചേർക്കേണ്ടത് ഗരം മസാല. നമ്മൾ മീറ്റൊക്കെ കറി വയ്ക്കുമ്പോൾ ചേർക്കണ ഗരം മസാല ഉണ്ടെന്ന് വെച്ചാൽ അത് ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കറിയിലേക്ക് ചേർക്കണം ഗരം മസാല ഒരു പൊട്ടിക്ക് കൂടുതൽ ചേർക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഗരം മസാല ഫസ്റ്റ് നിങ്ങൾ കുറച്ച് ചേർക്കുക, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർക്കാം. ഒരു ഇച്ചിരി വെള്ളവും തെളിച്ച് കൊടുക്കുന്നുണ്ട് ആ മസാലയ്ക്ക് നമ്മുടെ കപ്പയമ്മ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ വാഴയില ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയിലേക്ക് ഇട്ടിട്ട് ചൂടോട് കൂടിയിട്ടാണ് കഴിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. നല്ല കപ്പയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ കപ്പയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 കറികളും റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. ഈ 3 കൊണ്ട സാധനങ്ങളും എപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സാധനങ്ങളാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത കടയിൽ പോയാലും എല്ലാ ഒരുവിധ കുഞ്ഞു കടകളിലൊക്കെ ആയിരുന്നാലും ഉണ്ടാവുന്ന സാധനങ്ങളാണ്. പപ്പടം താളിച്ചതായിരുന്നാലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഏത്തക്കായ റോസ്റ്റ് ചെയ്തതായിരുന്നാലും നല്ല ടേസ്റ്റാണ്. കപ്പയായിരുന്നാലും നല്ല ഫ്രഷ് കപ്പയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഈ കപ്പയ്ക്ക് കയ്പൊന്നുമില്ല, അത്രയ്ക്ക് ഫ്രഷ് അല്ല. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ അങ്കമാലി സൈഡിലേക്കും എപ്പോഴും കപ്പയ്ക്ക് ഇങ്ങനെ തന്നെ വെക്കാം. ഈ കോട്ടയം സൈഡിലേക്കാണ് കപ്പ ഉടച്ചിട്ട് തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കിയിട്ട് ചേർക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ സൈഡിൽ അങ്ങനെ വെക്കലില്ല കേട്ടോ. ഇതേപോലെയാണ് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ബീഫിലിട്ടിട്ട് കറി വയ്ക്കും. ഇതേപോലെ ബീഫിലിട്ടിട്ട് ഒലർത്താന്ന് പറയും. ചില സ്ഥലത്തേക്ക് അതിനെ കപ്പ ബിരിയാണി എന്ന് പറയും. ഞാൻ ആദ്യം കപ്പ ബിരിയാണി കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തോ വലിയ സംഗതിയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് കപ്പയും ബീഫും കൂടിയും അത് ഞങ്ങളുടെ അങ്കമാലി സൈഡിലൊക്കെ സ്ഥിരം ഞായറാഴ്ച എല്ലാവരും വീട്ടിൽ വെക്കണ ഒരു സാധനമാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഒന്നും കഴിച്ചൊന്നും നോക്കണില്ല, കാരണം ചോറ് വെച്ചിട്ടില്ല. ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിച്ച് കാണിച്ചു തരും. പക്ഷേ കറികളൊക്കെ കഴിച്ച് കാണിച്ചില്ല, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ.